നമ്മുടെ കലാപരിപാടികൾ അവസാനിക്കുകയായി. ഏറ്റവും പ്രിയമുള്ള അധ്യക്ഷരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സദസ്യരെ, അസ്സലാമു അലൈക്കും. അവിടുത്തെ ജന്മദിനാഘോഷത്തെ കുറിച്ച് പറയാനാണ് ഞാനിവിടെ. പ്രിയമുള്ളവരെ, ലോകമാകെ തിരുനബിയുടെ ജന്മദിനം കൊണ്ട് ആഘോഷിക്കുന്ന ആഹ്ലാദിക്കുന്ന സമയമാണിത്. കണ്ടും കാതും കുറിപ്പിച്ച് വെച്ച് ആർക്കും കാണാനും കേൾക്കാനും കഴിയുന്നതാണ് ജന്മദിനാഘോഷത്തിന്റെ ആരംഭങ്ങൾ. മണ്ടും വീണ്ടും തോരണങ്ങൾ കണ്ട ഗണിതമാണ്. ഗഗന നീലിമേൽ നക്ഷത്രങ്ങൾ വർണ്ണമഴ പൊഴിക്കുന്നത് കാണുന്നില്ലേ? എന്താണ് ഇതിന് കാരണം? മറ്റൊന്നുമില്ല, ലോക സൃഷ്ടിപ്പിന് കാരണക്കാരായ തിരുനബിയുടെ ജന്മദിനം ആഘോഷത്തിന്റെ ആഹ്ലാദം തന്നെ. ആ സ്നേഹഭൂമിയോട് നെഞ്ചിനുള്ളിൽ അല്പം സ്നേഹമുള്ള ആരും ഈ മാസത്തിൽ ആഹ്ലാദിക്കാതിരിക്കില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് തിരുനബി തീർന്നത്. അതെ, മക്ക എന്ന മണൽ ഭൂമി കയ്യിലായിരുന്നു. അവിടുത്തെ ജനനം കലുഷിതമായിരുന്നു. അവിടുത്തെ ജനങ്ങൾ ജീവിത ലക്ഷ്യം മറന്നു ജീവിച്ചു. അവിടെ ജീവിതത്തിന്റെ അർത്ഥം പഠിപ്പിക്കുകയായിരുന്നു തീർത്ഥങ്ങൾ. സത്യം കണ്ടറിഞ്ഞ ആയിരങ്ങൾ വിശുദ്ധ മതത്തിന്റെ വാഹകരായി മാറി. നന്മയും തിന്മയും അവിടുന്ന് പഠിപ്പിച്ചു. സത്യവും അസത്യവും വേർതിരിച്ചു കാണിച്ചു. അവിടുന്ന് പഠിപ്പിക്കാൻ ബാക്കിയൊന്നുമില്ല. മനുഷ്യ ജീവിതത്തിന്റെ സകല മേഖലകളും ആ ജീവിതത്തിലൂടെ സമൂഹം മനസ്സിലാക്കി. നബിയെ നേരിൽ കണ്ട സ്വഹാബികളെല്ലാം അവിടുത്തെ പാത പിന്തുടർന്നു പോകും. നബിയുടെ ജന്മദിനം ആഘോഷത്തിന്റെ ഒരുപാട് തെളിവുകൾ കാണാനാകും. നബിയുടെ അപദാനങ്ങൾ പാടാനായി പ്രത്യേകം വേദി ഒരുക്കിയിരുന്നു. നബി ജനിച്ച ദിവസമായ തിങ്കളാഴ്ച അള്ളാഹുവിന് പ്രത്യേക നോമ്പെടുത്ത് നന്ദി അറിയിച്ചിരുന്നു. പരത്തി പറയാൻ ഇനിയും ഒരുപാടുണ്ട്, പക്ഷേ സമയം എന്നെ അനുവദിക്കുന്നില്ല. ആയതിനാൽ ഞാനൊരു കാര്യം നിർത്തുകയാണ്. നമുക്ക് ആ നബിയെ ആവോളം അനുസ്മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.